നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പെണ്ണുങ്ങളെ പേടിച്ച് പുറത്തിറങ്ങാൻ പറ്റാത്ത ഗതികേടിലാണ് ധനമന്ത്രി ബാലഗോപാൽ. മന്ത്രിയുടെ തലവെട്ടം കണ്ടാൽ പെണ്ണുങ്ങൾ ക്ഷേമ പെൻഷൻ ചോദിക്കും, സപ്ലൈകോയിൽ സാധനമില്ലാത്തതിന് കുടയും, വിലവർധനയ്ക്കെതിരെ ചൂലെടുക്കും. പിണറായിക്ക് കേൾക്കാനുള്ള തെറി കൂടി ധനമന്ത്രി ഏറ്റുവാങ്ങുകയാണ്. കഴിഞ്ഞ ദിവസം കൊട്ടാരക്കരയിൽ വെച്ച് ഒരു വീട്ടമ്മ മന്ത്രിയുടെ കാറ് തടഞ്ഞ് ബാലഗോപാലിനെ വിറപ്പിച്ചു. അന്നത്തെ സംഭവം കേറി അങ്ങ് കൊളുത്തി. ധനമന്ത്രിക്ക് ട്രോളും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ നാണക്കേടും. പിണറായി സർക്കാരിൽ ജനങ്ങൾ കയറി വളയുന്ന ഒരു മന്ത്രിയായി ബാലഗോപാൽ ഇപ്പോൾ മാറിയിരിക്കുകയാണ്. സത്യത്തിൽ ഒരു നേർച്ചക്കോഴി. ധനമന്ത്രിയെ ജനങ്ങൾക്ക് തിന്നാനിട്ട് കൊടുത്തിട്ട് പിണറായി ഓടി രക്ഷപ്പെട്ടു. ഓണത്തിന് ചോറുണ്ണത്തില്ല സാറ്, ഞാൻ മന്ത്രിമന്ദിരത്തിൽ വന്ന് നിരാഹാര സമരം നടത്തുമെന്നാണ് വീട്ടമ്മ വെല്ലുവിളിച്ചത്. ഈ പേടിയിൽ റിയാസിനെ വിളിച്ചു വരുത്തി പൊരിച്ചു വിട്ടിട്ടുണ്ട് ബാലഗോപാൽ. കാരണം റിയാസിനുള്ള തെറിവിളിയാണ് ബാലഗോപാൽ കൊട്ടാരക്കരയിൽ ഏറ്റുവാങ്ങിയത്. കൊട്ടാരക്കര നഗര മധ്യത്തിലെ റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞ് കാൽനട യാത്രക്കാരുൾപ്പെടെ ദുരിതത്തിലായിട്ട് കാലം ഏറെയായി. എന്നിട്ടും ഇതുവരെ റോഡ് നന്നാക്കിയിട്ടില്ല. ഇതിനെതിരെ പൊതുജനരോഷം ശക്തമാണ്. പലരും ഭരണ പാർട്ടിയുടെ ആളുകളായതിനാൽ തന്നെ സ്ഥലം MLAയും ധനമന്ത്രിയുമായ KN ബാലഗോപാലിനെതിരെ പരസ്യമായി പ്രതിഷേധിക്കാൻ തയ്യാറല്ല. എന്നാൽ മന്ത്രി ഒരു ഉദ്ഘാടനത്തിനെത്തിയപ്പോൾ ഒറ്റയ്ക്ക് പ്രതിഷേധവുമായി വീട്ടമ്മ രംഗത്തിറങ്ങുകയായിരുന്നു. മുൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഗിരിജയാണ് ധനമന്ത്രിക്കെതിരെ ഒറ്റയാൾ പോരാട്ടം നടത്തിയത്. സംഭവം കേറി അങ്ങ് വൈറലായി. ഇപ്പോൾ ഗിരിജയ്ക്ക് പിന്തുണയുമായി നിരവധി പേർ രംഗത്ത് വന്നു. മന്ത്രി എന്ന് നോക്കാതെ കട്ടയ്ക്ക് പോരാട്ടം നടത്തിയതിനാണ് ഗിരിജയ്ക്ക് കയ്യടി. പക്ഷേ ഇതോടെ അടിപതറിപ്പോയത് ബാലഗോപാലിനാണ്. കൊട്ടാരക്കര പുത്തൂർ റോഡിലെ മുസ്ലിം സ്ട്രീറ്റ് പാലം ഭാഗം സഞ്ചാരയോഗ്യമാക്കാത്തതിലായിരുന്നു പ്രതിഷേധം. മന്ത്രിയുടെ വാഹനത്തിന് സമീപത്തായി നിന്ന് പ്ലക്കാർഡ് ഏന്തിയ വീട്ടമ്മ മന്ത്രിക്കെതിരെ ശക്തമായ രീതിയിൽ പ്രതിഷേധിച്ചു. പക്ഷേ ഈ സമയത്ത് മന്ത്രി വാഹനത്തിലുണ്ടായിരുന്നില്ല, ഉദ്ഘാടന വേദിയിലായിരുന്നു. ഉദ്ഘാടന വേദിക്ക് അഭിമുഖമായി നിന്ന് വിരലുയർത്തിക്കൊണ്ടാണ് ഗിരിജ പ്രതികരിച്ചത്. ഇതിന്റെ വീഡിയോ പലരും എടുത്ത് സോഷ്യൽ മീഡിയയിൽ അങ്ങ് പങ്കുവയ്ക്കുകയും ചെയ്തു. പക്ഷെ തീർന്നില്ല. പ്രതിഷേധിച്ചുകൊണ്ട് ഗിരിജ പലതും അങ്ങ് വിളിച്ചു പറഞ്ഞു. അതാണ് മന്ത്രിക്ക് വലിയ നാണക്കേടായത്. ആ റോഡിന്റെ അവസ്ഥ കണ്ടോ മന്ത്രി? ഒരു ഓട്ടോറിക്ഷ വിളിച്ചാൽ ആരും വരില്ല. എത്ര പേർ മറിഞ്ഞു വീണു, ആരുടെയൊക്കെ കാലൊടിഞ്ഞു. ജനങ്ങൾ കഷ്ടപ്പെടുകയാണ്. അവർക്ക് വേണ്ടിയാണ് ഈ പോരാട്ടം. എന്നെ ജയിലിൽ ഇട്ടോട്ടെ, എന്നാലും പ്രതിഷേധിക്കും. ഉദ്ഘാടനം ചെയ്യാൻ ആർക്കും പറ്റും. ഞാനും 5 വർഷം ചെയ്തതാണ്. ജനങ്ങൾക്ക് വേണ്ടി തന്നെയാണ് നിൽക്കുന്നത്. അതാണ് അറിയാമോ? ആ പാലത്തിലെ വെള്ളക്കെട്ട് പരിഹരിക്കണം. ഞങ്ങൾക്ക് കൊടിവെച്ച കാറൊന്നുമില്ല പോകാൻ. പ്രതിഷേധിക്കുമ്പോൾ ഭീഷണിപ്പെടുത്തിയേക്കുക. ഗുണ്ടായിസം കാണിച്ച് ജയിലിൽ അടയ്ക്കാമെന്ന്. അതാണ് ചിന്ത. ജനങ്ങളുടെ വോട്ട് മേടിച്ച് ജയിച്ചിട്ട് ഉദ്ഘാടകൻ മാത്രം. നമ്മൾ ഈ കസേരയിൽ എങ്ങനെ വന്നുവെന്ന് ചിന്തിക്കണം. ജനങ്ങൾക്ക് വേണ്ടി ചിന്തിക്കണം. അതാണ് വേണ്ടത്. റോഡിന്റെ ശോച്യാവസ്ഥ ആദ്യം പരിഹരിക്കു സാറേ. ക്ഷമയ്ക്കൊരു പരിധിയുണ്ട്. ഉദ്ഘാടനത്തിനെത്തി നിവേദനം എത്രയെണ്ണം വാങ്ങിച്ചു, എല്ലാം ചവറ്റുകൊട്ടയിലിടും. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഓണത്തിന് ചോറുണ്ണത്തില്ല സാറ്, ഞാൻ അവിടെ വന്ന് നിരാഹാരം നടത്തും. ഓഫീസിൽ നിരാഹാരം കിടക്കും. അതിനു മുൻപ് റോഡ് നന്നാക്കി തന്നിരിക്കണം. ജയിലിൽ അടയ്ക്കുന്നെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യട്ടെ. പൊതുജനങ്ങൾക്ക് വേണ്ടിയാണ് ഈ പ്രതിഷേധം. ഇതായിരുന്നു ഗിരിജ മന്ത്രിയെ നിർത്തിക്കൊണ്ട് വിളിച്ചു പറഞ്ഞത്. ഇത് പലരും അവിടെ കൂടി നിന്നവരിൽ പലരും ഇതിന്റെ വീഡിയോ എടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. എന്നാൽ ഈ സമയത്തൊക്കെ ഒരക്ഷരം മിണ്ടാതെ ബാലഗോപാലിന് തല കുനിച്ച് നിൽക്കേണ്ടി വന്നു എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. പ്രതിഷേധത്തിനൊടുവിൽ ഈ സ്ത്രീയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. കർഷക സ്ത്രീയുടെ പരിപാടിയുടെ ഉദ്ഘാടനത്തിനാണ് മന്ത്രി കൊട്ടാരക്കരയിലെത്തിയത്. കൊട്ടാരക്കര മാർക്കറ്റ് ജംഗ്ഷനിൽ നിന്നും പുത്തൂർ റോഡിലേക്ക് തിരിയുന്ന ട്രാഫിക് പോയിന്റും തകർന്നു കിടക്കുകയാണ്. പുത്തൂർ റോഡിൽ മുസ്ലിം സ്ട്രീറ്റ് മേൽപ്പാലത്തിന് സമീപത്തു നിന്നും അവണൂർ ഫാക്ടറി ജംഗ്ഷൻ വരെയുള്ള ഭാഗം ടാറും മെറ്റലും ഇളകി വൻ തടങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട്. നിരവധി അപകടങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ടെന്ന് പ്രദേശവാസികൾ തന്നെ പറയുന്നു. അപകട കെണിയായി റോഡ് തകർന്നതോടെ ഇവിടെ വലുതും ചെറുതുമായ അപകടങ്ങൾ പതിവ് കാഴ്ചയാണ്. പുത്തൂർ ഭാഗത്തേക്കും പൂവറ്റൂർ ഭാഗത്തേക്കും ചെന്തറ ഭാഗത്തേക്കും വാഹനങ്ങൾ നിരന്തരം കടന്നുപോകുന്ന ഭാഗമാണ് അപകട കെണിയായി കിടക്കുന്ന അവസ്ഥയിലുള്ളത്.
ശാസ്ത്രീയമായി കൂടുതൽ കാലം ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് റോഡ് നവീകരിക്കണമെന്ന് പ്രദേശവാസികൾ കാലങ്ങളായി ആവശ്യപ്പെടുന്നുണ്ട്. ഇത് മാത്രമല്ല, നിരവധി സ്കൂൾ വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു വഴിയാണിത്. ഒരു അപകടം ഉണ്ടായാൽ എന്ത് ചെയ്യുമെന്ന ഭീതിയാണ് എല്ലാവർക്കും ഉള്ളത്. പല തവണ പല രീതിയിൽ ഇവിടെ പ്രതിഷേധം നടത്തി നോക്കിയിട്ടുണ്ട് പ്രദേശവാസികൾ. എന്നാൽ ഒരു പ്രയോജനവും ഉണ്ടായിട്ടില്ല എന്ന് ഇവർ പറയുന്നു. ഒടുവിൽ ക്ഷമ നശിച്ചാണ് ഈ വീട്ടമ്മ ഒറ്റയാൾ പോരാട്ടം നടത്തിയത്. ഇത് പക്ഷേ ബാലഗോപാലിന് കനത്ത തിരിച്ചടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഇനി പുറത്തിറങ്ങില്ല എന്നാണ് ബാലഗോപാൽ പറയുന്നത്. എവിടെ ചെന്നാലും എനിക്കിട്ടാണ് പണി കിട്ടുന്നതെന്ന്. ഇതിൽ കലിയിളകി നിന്ന ബാലഗോപാൽ മന്ത്രി റിയാസിനെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി പൊരിച്ചു എന്നാണ് വിവരങ്ങൾ. പക്ഷേ റിയാസിന് ഇതൊന്നും ഒരു വിഷയമേ അല്ല. മൂപ്പര് കാശ് തടയുന്ന എന്തെങ്കിലും കാര്യത്തിന് ഇറങ്ങാറുള്ളൂ. ഇനിയിപ്പോൾ കൊട്ടാരക്കരയിലെ റോഡ് മാത്രമല്ല, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എല്ലാം റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുകയാണ്. പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളെ കുറിച്ച് ചോദിച്ചാൽ മരുമകന് പറയാനുള്ളത് അത് കേന്ദ്ര റോഡാണെന്നാണ്. സംസ്ഥാന റോഡിൽ ഒരു കുഴിയുമില്ല എന്നാണ് മൂപ്പരുടെ ഭാഗത്ത് നിന്നുള്ള ന്യായീകരണം. അമ്മായിയപ്പൻ നല്ലൊരു വകുപ്പെടുത്ത് മരുമകന് ചുമ്മാതെ തട്ടിക്കളിക്കാനിട്ട് കൊടുത്തിരിക്കുകയാണ്. ആ കസേരയിൽ റിയാസ് ഇരിക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ കേരളത്തിന് വല്ല പ്രയോജനവും ഉണ്ടായോ എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. ഉണ്ടാക്കുന്ന പാലങ്ങളും റോഡുകളും എല്ലാം പണി തീരുന്നതിന് മുമ്പേ പൊളിഞ്ഞു വീഴുകയാണ്. ഇതാണ് അവസ്ഥ. എന്തായാലും ബാലഗോപാലിന് നല്ല ഒന്നാം തരം അടിയാണ് കേരളത്തിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എവിടെ ചെന്നിറങ്ങിയാലും ബാലഗോപാലിന് ഇത് തന്നെയാണ് അവസ്ഥ. പിണറായി വിജയൻ പക്ഷേ രക്ഷപ്പെട്ട് സുഖിച്ച് നടക്കുകയാണ്. എല്ലാത്തിൻ്റെയും ഉത്തരവാദിത്വം ബാലഗോപാലിന്റെ തലയിലിട്ട് രക്ഷപ്പെടാനാണല്ലോ പിണറായി നോക്കുന്നത്. ഇതൊക്കെ അങ്ങ് ഏറ്റെടുത്തോളൂ എന്നാണ് ബാലഗോപാലിന് പിണറായി കൊടുത്തിരിക്കുന്ന മുന്നറിയിപ്പ്. എന്നെയും എൻ്റെ മരുമകനെയും വെറുതെ ബുദ്ധിമുട്ടിക്കാൻ വരരുത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.